മലയാള മനോരമയിൽ വന്നിട്ടുള്ള വാർത്ത ഞാൻ വായിച്ചു. നിലവിലുള്ള ലോകസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് മാത്രമേ UDF മുസ്ലിം ലീഗിന് അനുവദിക്കുകയുള്ളൂ. 3-ാം സീറ്റ് അനുവദിക്കാൻ നിർവാഹമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. അതിന് പകരം അവരോട് പറഞ്ഞിരിക്കുന്നത് വരാൻ വേണ്ടി പോകുന്ന രാജ്യസഭാ സീറ്റ്, ആ രാജ്യസഭാ സീറ്റിൽ ലീഗിനെ പരിഗണിക്കാം. അതായത് ഒരു 6 മാസത്തേക്ക്, 6 മാസം കഴിഞ്ഞ് അടുത്ത വർഷം രാജ്യസഭയിലേക്ക് ഒഴിവരും. മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഇപ്പോൾ രാജ്യസഭയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കലോടുകൂടി ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും. മുസ്ലിം ലീഗിൻ്റെ സീറ്റ് അടുത്ത വർഷം ഒഴിവ് വരുമ്പോൾ ആ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കാതെ കോൺഗ്രസ് ഏറ്റെടുക്കും. അപ്പോൾ ആ സീറ്റ് വരുന്നത് വരെ ഒരു 6 മാസത്തേക്ക് ഇപ്പോൾ ഒഴിവ് വരുന്ന സീറ്റിൽ മുസ്ലിം ലീഗിനെ പരിഗണിക്കാമെന്നുള്ളതാണ്. ലീഗിനെ പരിഹസിക്കാൻ വേറെ എന്തെങ്കിലും വേണം? എത്രമാത്രം പരിഹാസ്യതയാണത്! അതായത് അതാണ് കോൺഗ്രസ് പാർട്ടി. മുസ്ലിം ലീഗിനെ ഏതാണ്ട് പരിഹാസ കഥാപാത്രമാക്കി ഇങ്ങനെ ഒരു പരുവത്തിലാക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനോട് പ്രതികരിക്കാനുള്ള ശേഷി ലീഗിനില്ലേ? അതിൻ്റെ നേതൃത്വത്തിനില്ലേ? അണികൾ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. 3-ാം സീറ്റ് ചോദിച്ചതിനുള്ള മറുപടി ഇപ്പോൾ അടുത്ത 6 മാസം കഴിഞ്ഞാൽ വരാൻ വേണ്ടി പോകുന്ന രാജ്യസഭാ സീറ്റ് നിങ്ങൾ പരിഗണിക്കാം. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിയുമ്പോൾ അടുത്ത വർഷം രാജ്യസഭാ സീറ്റ് വരുമ്പോൾ ലീഗിൻ്റെ MP ഒഴിഞ്ഞു വരുന്ന സീറ്റ് കോൺഗ്രസ് എടുക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? അതുവരെയുള്ളൊരു 6 മാസത്തേക്ക് കൊടുക്കുക എന്നുള്ളതല്ലേ? ലീഗിൻ്റെ MP ഇനിയിപ്പോൾ രാജ്യസഭാ സീറ്റ് തന്നെ പറയാം. അപ്പോൾ വരാൻ വേണ്ടി പോകുന്ന 3 ലോകസഭാ സീറ്റിൽ ഇന്നത്തെ നില വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ 2 സീറ്റ് ഉറപ്പിക്കാം. പിന്നെ കോൺഗ്രസിൻ്റെ വോട്ട് വേണോ ലീഗിന് ജയിക്കാൻ? കോൺഗ്രസിൻ്റെ വോട്ട് വേണ്ട ലീഗിന് ജയിക്കാൻ. അപ്പോൾ ലീഗെന്ന് പറയുന്ന സംഘടനയെ ഒരു പരുവത്തിലാക്കി പരിഹാസ കഥാപാത്രങ്ങളാക്കി അപമാനിച്ച് വിടുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്.